അങ്ങനെ ആരെങ്കിലും പറഞ്ഞതായി തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ഈ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണ്. അല്ല, ഈ സാറിനെതിരെ വ്യക്തിപരമായ ആരോപണങ്ങൾ ഒരുപാട് ഞാൻ നവമാധ്യമങ്ങളിലൂടെയൊക്കെ വായിക്കാറുണ്ട്. അപ്പോൾ അതിൽ പലതും അവാസ്തവമാണെന്ന് ഉള്ളത് കൊണ്ടാണ് ഇതിനകത്ത് ചോദിക്കുന്നത്. എന്നാലും വ്യക്തി അധിക്ഷേപം കൗൺസിലിനെതിരായിട്ടോ അല്ലെങ്കിൽ കൗൺസിലിലെ അംഗങ്ങൾക്കെതിരായിട്ടോ പ്രസിഡന്റിനെതിരായിട്ടോ നടത്തുകയാണെങ്കിൽ അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് കൗൺസിൽ അധികാരമല്ലേ? തീർച്ചയായും ഉണ്ട്. അതായത് സംസ്ഥാന ഫാർമസി കൗൺസിൽ അല്ലെങ്കിൽ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ അതിൻ്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ മറ്റു ഭാരവാഹികൾക്കെതിരെ മോശമായി പ്രതികരിക്കുക, തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുക ചെയ്യുന്ന നമ്മുടെ രജിസ്ട്രേഡ് ഫാർമസിസ്റ്റുമാർക്കെതിരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കാനുള്ള നിയമപരമായിട്ടുള്ള അവകാശം ഫാർമസി കൗൺസിലിനുണ്ട്. നേരത്തെ പല ഘട്ടത്തിലും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇത് തെറ്റായ ഒരാരോപണമാണ്. ഞാൻ ആരെങ്കിലും പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഭീഷണിപ്പെടുത്തി നിങ്ങളുടെ ആരെങ്കിലും സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള ക്ലിപ്പിങ്സൊക്കെ പിന്നീട് കാണാൻ കഴിഞ്ഞു. തികച്ചും അടിസ്ഥാനരഹിതമാണ്. ഞാൻ ഇന്നേ വരെ ഒരാളെ പോലും നിങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യും എൻ്റെ അധികാരം ഉപയോഗിച്ചു എന്നുള്ളത് ഇന്ന് ഒരാളെ പോലും ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞതായി തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ഈ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണ്. അപ്പോൾ അങ്ങനെയുള്ള തെറ്റായ ആരോപണങ്ങളാണ് മുഖ്യമായി അന്ന് ഇവിടെ ഉന്നയിച്ചിരുന്നത്.